അക്കുസ്ലോ ഗാർപ്പുക്കരയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് മത്തി കിട്ടിയിട്ടുണ്ട്, അതൊന്ന് കറി വെക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചു, ഉലുവയിട്ട് പൊട്ടിച്ചു, കടുകിട്ട് പൊട്ടി വരുന്നു. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, നമ്മുടെ ഇഞ്ചി ഇത്രയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഞാൻ. നന്നായിട്ടൊന്നതിൻ്റെ വഴറ്റിയെടുത്ത് കഴിയുമ്പം നമ്മളൊരു ചെറിയ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ ചെറിയ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ നമ്മൾ ഈ വഴറ്റിയ ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നോടെ വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുവാണ്. ഈ കൂടെ തന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ചെറിയ ഉള്ളി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചെറിയ ഉള്ളി ഇടുന്നതാണ്. ചെറിയ ഉള്ളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇന്നിപ്പം നമ്മൾ ഏറെ ചെറിയ ഉള്ളി ഇരിപ്പ് ഉണ്ടായിരുന്നത് കാരണം ഞാനതങ്ങ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ചെറിയ ഉള്ളി ഇടുമ്പം കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതേ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ച് വെച്ചും നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിക്കകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കഴുകി അരപ്പ് നന്നായിട്ട് തിളച്ച് വരുമ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കൂടെ ഞാൻ 2 ചെറിയ കഷ്ണം പുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഞാൻ ഇതിനകത്തെ ചാറൊക്കെ കുറുകി വരാൻ വേണ്ടി ഒരു ചെറിയ മീനിൻ്റെ അനുസരിച്ച് ഒരു ചെറിയ തക്കാളിയായി ഇപ്പോൾ ഇതിനെ ഞാൻ അരച്ച് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചതിനകത്തേക്ക് നമ്മളിത് മീൻ കഷ്ണം പെറുക്കി ഇടുവാണ്. ഒരുവിധം നല്ല ഇച്ചിരി വലിപ്പമുള്ള മത്തി ആയത് കാരണം ഞാൻ ചില മത്തിയൊക്കെ രണ്ടായിട്ട് നമ്മളത് കണ്ടിച്ചാണ് ഇട്ടിരിക്കുന്നത്, രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ മത്തി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ കൂടെ ഞാൻ പുളിയും കൂടെ 2 ചെറിയ കഷ്ണം കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പറ്റി വരുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ ഈ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ച് നന്നായിട്ട് പറ്റി വരട്ടെ. പറ്റി വരുന്ന ടൈമിൽ നമ്മൾ ഉപ്പില്ലെങ്കിൽ ആ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇത് കഴിയുമ്പോഴത്തേനും, അതായത് തക്കാളി നമ്മൾ അരച്ച പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് പറ്റി വന്ന് കഴിയുമ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് ഇത് വാങ്ങാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയാലേ ഉള്ളൂ നമ്മുടെ ചാനലൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അതെല്ലാവർക്കും അറിയാലോ. അപ്പം നമ്മുടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡിയാണ്. അപ്പം ഇനിയിപ്പം നമ്മൾ മീൻകറി വാങ്ങാൻ പോവുകയാണ്. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ കേട്ടോ. എല്ലാവർക്കും ബൈ. അപ്പോൾ ഓക്കെ.